ഒക്കെയാണ് നമുക്കപ്പോൾ ട്രിപ്പൊക്കെ കുറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് നമുക്ക് പാൻറ്റത്തിന് കുറച്ച് വണ്ടികളുണ്ട്. നമ്മുടെ മൂന്നാമത്തെ വണ്ടിയായിട്ടുള്ള പാൻറ്റത്തിന് നമുക്ക് ബാംഗ്ലൂർ വണ്ടി, ലോറി, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ചേർന്നാണ് നടത്തി പോകുന്നതെല്ലാം. ഓണർ അവനാണ്, പക്ഷെ നമ്മളെല്ലാം കൂടെ ചേർന്നാണ് നടത്തുന്നത്. പാക്കേജറുമായിട്ട് അവനാണ്. പാക്കേജ് നമ്മളെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ വണ്ടിയും നമ്മളെ വണ്ടിയും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്, നടത്തുന്നതെല്ലാം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ലോറിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ലീവ് വേണം. അപ്പോൾ നമ്മൾ ആ വണ്ടിയിലോട്ട് ഇന്ന് കയറുകയാണ്. ഓക്കെ, ഇന്നൊരു ദിവസത്തേന്. അപ്പോൾ നമ്മളെ വണ്ടിയാണ് ബാക്കി കിടക്കുന്നത്. നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു എന്താ പറയുക, കമ്പനിയിൽ നിന്ന് എന്തോ ജ്യൂസാന്ന് തോന്നുന്നു. നമുക്കത് കൊണ്ടുപോകണം. എന്തായാലും ഇവിടെ അടുത്ത് തന്നെ. നമുക്കിവിടുന്ന് ഇപ്പോൾ രാവിലെ 10 മണി ഉച്ചയാകുമ്പോൾ നമുക്ക് ലോഡ് കയറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് നമ്മൾ രാത്രി ഒരു 10-11 ആകുമ്പോഴത്തേക്ക് ചെല്ലും. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇച്ചിരി റണ്ണിങ് ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചെല്ലാം അല്ലേ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടുത്തിട്ട് പോകാം. വണ്ടി ഇവിടെ ഇറക്കിക്കൊണ്ട് നമുക്ക് നൈസിന് എന്താ പറയുക, ഷെഡിലോട്ട് പോകാം. നമ്മുടെ ഫാക്ടറിയിലോട്ട് പോകാം. അതാണ് നമുക്ക് നോക്കേണ്ട പരിപാടി. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഗജരാജിൽ വരും കാലങ്ങളിലും ഇതുപോലത്തെ ഈ വണ്ടിയുടെയൊക്കെ വീഡിയോ ആയിരിക്കും മിക്കവാറും. ചിലപ്പോൾ ഇട്ടില്ല. നമ്മളൊരു ട്രിപ്പ് പോയി, അതിന് വീഡിയോ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത് അവൻ ഉടൻ തന്നെ ഇടും. പിന്നെ നമ്മളെല്ലാ നമ്മളിപ്പോൾ ഗജരാജിലുള്ളതും നമ്മളെ വണ്ടിയിലുള്ളതും ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനും ഇപ്പോൾ നമ്മൾ തൽക്കാലത്തിന് നമ്മളെ ലോങ് വണ്ടി, നമ്മുടെ അല്ല പാൻറ്റത്തിൻ്റെ ലോങ് വണ്ടിയിലോട്ട് ഡ്രൈവറായിട്ട് കയറിയിരിക്കുകയാണ് എല്ലാവരും. പക്ഷെ നമുക്കിപ്പോൾ ട്രിപ്പില്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ജോലി വേണ്ടി ആൾക്കാരെ എല്ലാവരും, ബാക്കിയുള്ളവരെല്ലാം നമ്മളിവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെ ഓട്ടം വരുമ്പോഴും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓടത്തിലുണ്ട്. പിന്നെ നമ്മളെ വണ്ടി അപ്ഡേഷന് കയറി തുടങ്ങി. നമ്മുടെ മഹാകാളി ഒരു ചെറിയ ഫ്രണ്ടും ബാക്കുമായിട്ട് ഗ്രാഫിക്സ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ചെറിയ വർക്കായിട്ട് കയറി തിരിച്ച് ഇറങ്ങും ഉടൻ തന്നെ. പിന്നെ നമ്മുടെ കർണകി ഉടൻ തന്നെ അടുത്ത ഒരു ചെറിയ അപ്ഡേഷനായിട്ട് കയറി നിയമങ്ങൾ നോക്കിയിട്ട് അതേ ഉള്ളൂ പരിപാടി. പിന്നെ സൗണ്ട് വർക്കേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മളെ ബാക്കിയുള്ള ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടി 3 ഇറങ്ങിയത്, അതിനിപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നില്ല, കുറച്ചും കൂടെ താമസമുണ്ട്, ഡിലേ ഉണ്ട്. പിന്നെ നമ്മളെ രാവണനും കുറച്ചും കൂടെ സമയം എടുക്കും. എന്ന് വെച്ചാൽ 4 വണ്ടി ഒരുമിച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് വരണമുണ്ട് ഉള്ളത്. പിന്നെ വേറെ ഗ്രീൻ റബിൾ. അപ്പോൾ അവന് ഗ്രാഫിക്സായിട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു മേജർ അപ്ഡേറ്റ് തന്നെ വരുന്നുണ്ട്, ഗ്രാഫിക്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ച്. അതാണ് ഇപ്പോൾ ഉള്ള നമ്മളെ ഇന്നുള്ള നമ്മളെ ഇതിലുള്ള ഒരു അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഫാക്ടറിയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ മച്ചാ, അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊന്ന് ഉള്ളിലോട്ട് അങ്ങ് വിട്ടോ. മാനേജർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേരെ ഉള്ളിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് നിങ്ങളൊന്ന് ഓഫീസിലോട്ട് ചെന്നാൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ലോറി കിടക്കുന്നിടത്തോട്ട് കൊണ്ടുപോകാം. എന്നുവെച്ചാൽ ഇത് വേറെ എവിടെ നിന്നാണ്ട് ഇങ്ങോട്ട് ലോഡ് കൊണ്ടുവരുന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ പല ഷോപ്പിലോട്ടും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ചെറിയ ഷോപ്പിലോട്ട് കൊണ്ടുവരത്തില്ല. ഇത് മെയിൻ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഷോറൂം ഈ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം ഇവിടുന്ന് പിന്നെ നമുക്ക് വേറെ ഷോപ്പിലോട്ട്, ഓരോ ഏരിയയിലുള്ള ഷോപ്പിലോട്ട് ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അതാണ് നമുക്ക് വന്നിരിക്കുന്ന ഓട്ടം. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇന്ന് വണ്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ട്രിപ്പ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഒതുക്കിയിട്ട് നേരെ ഓഫീസിൽ പോയി നോക്കിയിട്ട്
സാധനം കയറ്റിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ലോഡെല്ലാം കയറ്റി ഗോഡൗണിൽ ലോഡെല്ലാം കയറ്റി വണ്ടി സെറ്റായി അവിടെ പറുതൊക്കെ വലിച്ച് കെട്ടിയിട്ട് നടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പും എല്ലാ ജ്യൂസും കോളയാട്ടം എല്ലാം ഉണ്ട്, ക്യാൻ വരെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ സാധനവും ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, ഇനിയും വേറെ ലോഡ്സും ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് ജ്യൂസ് ആയിട്ടുള്ള ജ്യൂസ് ഐറ്റംസ്. പിന്നെ അപ്പുറത്ത് വേറൊരു 2 ഗോഡൗണാണ് ഇവിടെ. ഒന്ന് ജ്യൂസ് ഐറ്റംസും പിന്നെ ഒരെണ്ണം മറ്റേ ബക്കറ്റ് എല്ലാം മറ്റേ നമ്മുടെ ഇലക്ട്രോണിക് കടയിലോട്ട് ഉള്ള പൈപ്പും കാര്യങ്ങളും അങ്ങനത്തെ. ഓക്കെ, അതൊക്കെയാണ്. അപ്പോഴും സ്നേഹം തിളങ്ങിടും. രാശി പിഴച്ചാലും കാശ് നശിച്ചാലും ആശിച്ചതങ്ങനെ മാറുമോ? വാശിപ്പുറത്താര് വന്നു തടഞ്ഞാലും ആണൊരുത്തൻ വിട്ടു പോകുമോ? കാലം കരളില് ചെത്തിയിറക്കണ പ്രേമത്തിൻ കള്ളു നുണഞ്ഞിണ തുമ്പിവൾ പാടവരമ്പത്ത് പാറി നടന്നത് കണ്ണഞ്ചും വേഗം മറന്നുവോ പെണ്ണേ? കണ്ണഞ്ചും വേഗം മറന്നുവോ പെണ്ണേ? കണ്ണഞ്ചും വേഗം മറന്നുവോ പെണ്ണേ? മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാം. പൂനില തെല്ലുരുകുന്നേ മുഖത്തെങ്കൾ മൂടുവാൻ, കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ.
നീരാട്ടം പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. അപ്പോൾ സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് വണ്ടി ഇവിടെ അല്ല ഇച്ചിരി മേളിലോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി റിവേഴ്സ് കയറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ തിരിച്ച് കയറി ചെല്ലാമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ തിരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ ഓപ്ഷൻ കിട്ടുക കൊള്ളാം. ഓക്കെ, തിരിച്ച് എന്നിട്ട് ഫ്രണ്ട് കയറ്റിയിട്ടിട്ട് രാവിലെ വണ്ടിക്കാർ വരുമ്പോൾ ആ ചെമ്പ വരും, കൊച്ചുവണ്ടി വരുമ്പോൾ അതിലോട്ട് മാറ്റി അന്നേരം ഒരു 10 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. 10 വണ്ടി രാവിലെ വരുമെന്ന് പറഞ്ഞു. വന്ന് അന്നേരം തന്നെ മാറ്റി കയറ്റി വിടാമെന്ന് പറഞ്ഞ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ലോഡ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ലോഡ് കിട്ടിയത് എന്തുവായിരുന്നു, ഞാൻ മറന്നുപോയി. സോറി, ഞാൻ മറന്നുപോയി. അടുത്ത ലോഡ് നമുക്ക് അടുത്ത കിട്ടിയായിരുന്നു ഇവിടുന്ന്. ഞാൻ മറന്നുപോയി സാധനം എന്തുവായിരുന്നു, ഞാൻ പറയാവേ. ഓക്കെ മച്ചാ, ഇവിടുന്ന് എന്തോ പൊടിയാണ് കൊണ്ടുപോകേണ്ടത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് എന്തോ പശയോ പെയിൻറ്റും ആണ്ട് ഉണ്ടാക്കുന്ന കമ്പനിയിലോട്ട് നമുക്ക് പോകേണ്ടത്. അത് ഗജരാജയുടെ ഷെഡിൻ്റെ സ്ഥലത്തോട്ട് നമ്മൾ പോകേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ കീ മാറും. ഈ വണ്ടി കീ മാറുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ടൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുക, വണ്ടിയെ കീ മാറുക എന്നുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഡ്രൈവറിന് ഇപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മുടെ പാൻറ്റത്തിൻ്റെ ഡ്രൈവർമാർ ഇഷ്ടംപോലുണ്ട്. കുറച്ച് പേര് നിൽപ്പുണ്ട് വെളിയിൽ നമ്മളെ വണ്ടി ഇല്ലാതെ. അപ്പോൾ അവരെ അങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഗജരാജ ഷെഡിൻ്റെ അടുത്ത് തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ ഹൾക്കിൻ്റെ ആണോ സോണിക്കിൻ്റെ ആണോ ഏതോ ഒരു വണ്ടിയുടെ ഡ്രൈവർ വന്ന് വണ്ടി എടുക്കും അടുത്ത ട്രിപ്പ് അവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഇവിടോട്ട് കയറ്റി ഇവിടോട്ടാണ് അവർ ഒതുക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ. നമുക്ക് ഇങ്ങോട്ട് ഒതുക്കിയിട്ട് ബാക്കി ഇൻട്രോ. അപ്പോൾ വെച്ചവരെ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിരിക്കുകയാണ്. നമുക്ക് മഹാകാളിയായിട്ട് ട്രിപ്പുണ്ട്. അത് അടുത്ത ദിവസമാണ്. ഒരു മാരേജ് ട്രിപ്പാണ്. അതിന് കിട്ടിയുള്ള ഒരു വണ്ടിയാണ് നമ്മളെ കോംബോ അടിക്കാൻ പോകുന്നത്. മാരേജ് ട്രിപ്പിന് വരെ കോംബോ അടിക്കുന്ന വണ്ടികളുണ്ട് ഇപ്പോൾ നമുക്ക്. എന്താ വെച്ചാൽ അത്രയ്ക്ക് നമ്മളെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെതിരെ വരുന്ന വണ്ടി നോക്കിയിട്ടാണ് നമ്മളെ വണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. കളർ വെച്ച് നോക്കിയിട്ട് നമ്മളങ്ങനെ പല ട്രിപ്പിലും നമ്മൾ സെയിം മോഡൽ സെയിം കളർ തീം വരുന്ന വണ്ടികൾ നമ്മൾ ഇറക്കി കൊടുത്ത് കോംബോ അടിച്ചിട്ടുണ്ട്. അത് വേറെ ഇതായിരുന്നു. പിന്നെ നമുക്ക് എതിരെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ബുൾ അല്ല, ദ ബുൾ എന്ന് പറഞ്ഞ ബസ്സാരാണ് നമുക്ക് നമ്മുടെ കല്യാണ ട്രിപ്പിൽ നമ്മുടെ കൂടെ കോംബോ അടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ ഉടൻ തന്നെ ആ വണ്ടി ലുക്കും ഭംഗിയെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഗൈസ്, ലൈക്ക്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് ടാറ്റാ ബൈ ബൈ ഗൈസ്. നിങ്ങൾ പറഞ്ഞ ലിവറി അത് ഞാൻ ഏത് വീഡിയോയ്ക്കും അടുത്തൊരു വരുന്ന വീഡിയോയ്ക്കും ഇടയ്ക്ക് ചിലപ്പോൾ അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോ വരുന്നതിന് മുമ്പോ അല്ല ആ വീഡിയോയുടെ കൂടെയോ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക. അപ്പോൾ അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ ഗൈസ്. ഈ മോഡിൻ്റെ ലിങ്കും ഞാൻ പിസൽ മോഡ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വണ്ടിയുടെ മോഡിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ചാനൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടാറ്റാ.